യേശും ശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. തപസ്സുകാലം നമ്മളിന്ന് ധ്യാനിക്കുന്നത് യോഹന്നാൻ്റെ വിശുദ്ധ സുവിശേഷം 5-ാം അധ്യായം 17 മുതൽ 30 വരെയുള്ള വാക്യങ്ങളാണ്. ഞാനും പിതാവും ഒന്നാണെന്ന് യേശു ഇന്നത്തെ സുവിശേഷത്തിൽ നമ്മളോട് ആവർത്തിച്ച് പറയുകയാണ്. അപ്പോൾ സുവിശേഷത്തിൻ്റെ പശ്ചാത്തലം, യേശുനാഥൻ ബെത്സേദ കുളക്കരയിലെ ഒരു തളർവാദ രോഗിയെ സൗഖ്യപ്പെടുത്തുന്നുണ്ട്. അതൊരു സാബത്ത് ദിവസമാണ്. അപ്പം അവിടെ കൂടിയ ഈ ജനങ്ങൾ, പ്രത്യേകിച്ച് അവിടെ ഉണ്ടായിരുന്ന ഫരിസേയരും നിയമജ്ഞരും ഒക്കെ ചോദിക്കുകയാണ് യേശുവിനോട്, എന്തിനാണ് നീ ഈ സാബത്ത് ദിവസം തന്നെ ഇങ്ങനെ നന്മ ചെയ്തത്, അല്ലെങ്കിൽ ഈ മനുഷ്യനെ സൗഖ്യപ്പെടുത്തിയത്? അപ്പം ഇത് യേശുനാഥനെ കുറ്റം വിധിക്കാൻ വേണ്ടിയാണ് അവർ വന്നത്. സാബത്ത് ദിവസം ഒരു പ്രവൃത്തിയും ചെയ്യാൻ പാടില്ല. അപ്പോൾ യേശുനാഥൻ പറയുന്നൊരു കാര്യമുണ്ട്, ഞാൻ ഈ ചെയ്ത നന്മ പ്രവൃത്തി, കാരണം യേശുനാഥൻ്റെ ഓരോ അത്ഭുത പ്രവൃത്തികളും യോഹന്നാനെ സംബന്ധിച്ച് അത് അടയാളങ്ങളാണ്. മറ്റു സുവിശേഷങ്ങളെ സംബന്ധിച്ച് അത് യേശുനാഥൻ്റെ സ്നേഹത്തിൻ്റെയും കരുണയുടെയും ഒക്കെ അടയാളങ്ങളാണ്. അപ്പോൾ ഇത് രണ്ടും ഒരുമിച്ച് പോകുന്നതാണ്. ഒന്ന്, യേശുനാഥൻ്റെ ദൈവത്വത്തെയാണ് ഓരോ അത്ഭുതങ്ങളും അടയാളങ്ങളും നമുക്ക് മുമ്പിലേക്ക് കാണിച്ചു തരുന്നത്. അത് അവിടുത്തെ ദൈവത്വത്തിൻ്റെ മാത്രമല്ല, ദൈവമായ അവിടുത്തെ നമ്മെ സ്നേഹിക്കുന്നതിൻ്റെയും കരുണ കാണിക്കുന്നതിൻ്റെയും അടയാളമാണ്. അപ്പം അങ്ങനെ ഞാൻ ഈ കരുണ കാണിക്കുന്നത്, ഞാൻ ഈ സ്നേഹവും ഒക്കെ നിങ്ങളോട് കാണിക്കുന്നത് ഞാനും പിതാവും ഒന്നായതുകൊണ്ടാണ്. കാരണം പിതാവ് ഓരോ ദിവസവും നിങ്ങളെ സ്നേഹിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. സാപത്തെന്നോ അല്ലെങ്കിൽ മറ്റു ദിവസങ്ങളൊന്നോ വിചാരിച്ച് ദൈവം സ്നേഹിക്കുന്നതിൽ നിന്നോ കരുണ കാണിക്കുന്നതിൽ നിന്നോ വിരമിക്കുന്നില്ല. അവിടെ നിന്ന് എപ്പോഴും നിങ്ങളെ സ്നേഹിച്ചുകൊണ്ടിരിക്കുന്നത് പോലെ ഞാനും നിങ്ങളെ സ്നേഹിക്കുന്നു. കാരണം ഞാനും പിതാവും ഒന്നാണ്, പിതാവ് ചെയ്യുന്നതാണ് ഞാനും ചെയ്യുന്നതെന്നാണ്. അപ്പം താൻ ചെയ്യുന്ന നന്മ പ്രവൃത്തിയുടെ അടിസ്ഥാനത്തിൽ താൻ പിതാവുമായി ഒന്നാണെന്ന് യേശുനാഥൻ നമ്മളോട് ആവർത്തിക്കണം. അപ്പോൾ നമ്മൾ ചെയ്യുന്ന ഓരോ നന്മ പ്രവൃത്തികളും നമ്മളെ ദൈവത്തിൻ്റെ മക്കളാക്കി തീർക്കുകയാണ്. യേശുനാഥൻ പിതാവായ ദൈവത്തിൻ്റെ മകനായിരിക്കുന്ന പോലെ അല്ല നമ്മൾ അവിടുത്തെ മക്കളായിരിക്കും. നമ്മൾ യേശുവിൽ അവിടുത്തെ ദത്തുപുത്രനാണ്. യേശുനാഥനും പിതാവായ ദൈവവും ഒന്നാണ്. അത് അവരുടെ ദൈവത്വത്തിൽ അവരൊന്നായിരിക്കുന്നത് പോലെ. പക്ഷേ നമ്മൾ ഓരോ നന്മ പ്രവൃത്തി ചെയ്യുമ്പോഴും ഈ അപ്പനായ ദൈവത്തിൻ്റെ മക്കളായി നമ്മൾ മാറുന്നുണ്ട് എന്നൊരു ബോധ്യം കൂടി യേശുനാഥൻ നമുക്ക് നൽകുകയാണ്. അപ്പോൾ നമ്മുടെ പ്രവൃത്തികളിൽ നിന്നാണ് നമ്മൾ ദൈവത്തിൻ്റെ മക്കളാണോ എന്നുള്ള ചിന്ത വരുന്നത്. ഈ നോമ്പിൻ്റെ കാലഘട്ടം, പ്രത്യേകിച്ച് ഈ തപസ്സിൻ്റെ കാലഘട്ടത്തിൽ നമ്മളെ ഓരോരുത്തരെയും യേശുനാഥൻ വിളിക്കുന്നതും ആ ഒരു ജീവിതത്തിലേക്കാണ്. പിതാവായ ദൈവത്തിൻ്റെ മക്കളായി തീരാൻ എങ്ങനെയാണ് നമ്മൾ ചെയ്യുന്ന ഓരോ നന്മ പ്രവൃത്തികളുമാണ് നമ്മെ ഓരോരുത്തരെയും അവിടുത്തെ മക്കളാക്കി തീർക്കുന്നത്. ഈ തപസ്സുകാലം അതിനുള്ളൊരു വിളിയാണ്. അപ്പൻ്റെ മക്കളായി മാറി ചുറ്റുമുള്ള മനുഷ്യർക്ക് നന്മകൾ ചെയ്ത് യേശുനാഥനിൽ പിതാവിൻ്റെ ദത്തുപുത്രനായി തീരാനുള്ള ഒരു വിളിയാണ്. അപ്പോൾ ഈ വിളി പൂർത്തീകരിക്കുന്നത്, പ്രത്യേകിച്ച് തപസ്സുകാലം ചെന്നെത്തുന്നത് യേശുനാഥൻ്റെ ഉദ്ധാനത്തിലാണ്. ആ ഉദ്ധാനം നമുക്കൊരു സൂചനയാണ്. സുവിശേഷത്തിൽ യേശുനാഥൻ പറയുന്നുണ്ട്, ഞാനും പിതാവ് മരിച്ചവർക്ക് ജീവൻ നൽകുന്നത് പോലെ ഞാനും മരിച്ചവർക്ക് ജീവൻ നൽകും. അപ്പോൾ നമുക്ക് ജീവൻ ലഭിക്കുന്നത് യേശുനാഥൻ വഴിയാണ്. പക്ഷേ ഈ നന്മ പ്രവൃത്തികളാണ് നമ്മളെ ക്രിസ്തുവിൻ്റെ അടുക്കിലേക്ക് എത്തിക്കുന്നത്. അപ്പോൾ ഈ തപസ്സുകാലത്ത് നന്മ പ്രവൃത്തികൾ ചെയ്ത് പിതാവായ ദൈവത്തിൻ്റെ മക്കളായി തീർന്ന് അവിടുത്തെ ഉദ്ധാനത്തിൽ പങ്ക് ചേരുവാനുള്ള കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. യേശുനാഥൻ അതിന് നമ്മെ സഹായിക്കട്ടെ. ആമേൻ.